നമ്മുടെ സമയം പോലെയല്ല ദൈവത്തിന്റെ സമയം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്ലാനുകൾ, അതൊക്കെ ദൈവഹിതത്തിനനുസരിച്ചാണോ എന്ന് എപ്പോഴും നമ്മൾ നോക്കണം. സ്വന്തം നിലക്ക് കാര്യങ്ങൾ ശരിയാക്കാൻ നോക്കുന്നത് പലപ്പോഴും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കൂ. പിന്നെ ഹാഗാറിന്റെ അനുഭവത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ആ വലിയ സത്യം, അവിടുന്ന് ഏൽ റോയിയാണ്, നമ്മെ കാണുന്ന ദൈവം. ജീവിതത്തിൽ നമ്മൾ തനിച്ചാണ്, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ അവഗണിക്കപ്പെട്ടു എന്നൊക്കെ തോന്നുന്ന ഭാരപ്പെടുന്ന നിമിഷങ്ങളിൽ ഓർക്കാൻ പറ്റിയ ഒരു കാര്യമാണത്. നമ്മെ കാണുന്ന, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ പോലും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇശ്മായേലിന്റെ പേര് പോലെ തന്നെ നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം. അതുപോലെ മനുഷ്യരുടെ കുറവുകൾ, തെറ്റുകൾ, അതിൻ്റെയൊക്കെ നടുവിലും ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കുന്നു എന്നത് എന്തു വലിയ ആശ്വാസമാണ്. ശരിയാണ്. അബ്രാഹിന്റെയും സാറായുടെയും ആ വിശ്വാസക്കുറവ്, ഹാഗാറിന്റെ പ്രതികരണം, ഇതൊക്കെ മാനുഷികമായ ബലഹീനതകളാണ്. എന്നാൽ ദൈവം അവരെ ആരെയും കൈവിടുന്നില്ല. അവിടുന്ന് ഇടപെടുന്നു, വഴി കാണിക്കുന്നു, വാഗ്ദാനങ്ങൾ നൽകുന്നു. നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളിലും ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല, താങ്ങും, വഴി നടത്തും. ജീവിതത്തിലെ ആ മരുഭൂമി അനുഭവങ്ങളെക്കുറിച്ചും ഈ അധ്യായം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതെ, ആ ശൂന്യത, ഭയം, നിരാശ, അതൊക്കെ നിറഞ്ഞ സ്ഥലങ്ങളിൽ ഹാഗാറിനെ കണ്ടുമുട്ടിയ ദൈവം നമ്മളെയും കാണാൻ തയ്യാറാണ്. ആ